ഹലോ, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രയൽ. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇഫ്താർ മേശയിൽ പുതുപുത്തനായിട്ടുള്ള ഒരു പാനിപ്പൂരി ചിക്കൻ ഷോട്ട്സ് ആണ്. അതെങ്ങനെ തയ്യാറാക്കണേ നമുക്ക് നോക്കാം. ഷവർമയുടെ ഒക്കെ പോലൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. പക്ഷെ ഞാനതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാനിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് 1 സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ 2 വലിയ സവാള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് വേണം കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി അരിയണേ. എന്നിട്ട് അതും വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് എൻ്റെ മിസ്സായിപ്പോയി. അതിൽ ചിക്കൻ ഒന്ന് മഞ്ഞപ്പൊടി കുരുമുളക് ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുത്താലും മതി. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ നോക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസ് ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഷവർമ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മയണൈസ് റെഡിയാക്കി എടുക്കണം. ഞാൻ കോഴിമുട്ട, ഓയിൽ, വെളുത്തുള്ളി, ഇത്തിരി ഉപ്പ്, പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുത്തിട്ട് മയണൈസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മില്ലറ്റ്സിൻ്റെ പാനിപൂരിയാണ് എടുത്തിട്ടുള്ളത്. പാനിപൂരിയുടെ ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അത് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചൂടായിട്ടുള്ള നന്നായിട്ട് ഓയിൽ ചൂടാവണം കേട്ടോ. ഓയിൽ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്കത് ഒരു പിടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മില്ലറ്റ്സിൻ്റെ പാനിപ്പൂരിയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വേറെ സാധാരണ നോർമലായിട്ടുള്ള പാനിപ്പൂരി ഒക്കെ മേടിക്കാൻ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മേടിച്ചു കൊടുക്കാം. മില്ലറ്റ്സിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. സാധാരണ പാനിപ്പൂരി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഇഫ്താർ പാർട്ടിക്ക് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് തയ്യാറാക്കി വിരുന്നുകാർക്ക് കൊടുത്തു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. അതൊന്ന് ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. നമ്മൾ പാനിപ്പൂരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. മൈദ ഒരു കപ്പ് മൈദയാണെങ്കിൽ 2 സ്പൂണ് റവ, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് വലിയ ഇതാക്കിയിട്ട് പരത്തുക. ചപ്പാത്തിനെക്കാട്ടും വലുതാക്കി പരത്തിയിട്ട് ഇങ്ങനെ മൂടി കൊണ്ട് ഇങ്ങനെ ചെറിയ കുട്ടി പൂരീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ എല്ലാ മസാലയൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പൂരി ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പാനിപ്പൂരി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാൻ 3 ട്രിപ്പായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു പാക്കറ്റിൽ 3 വട്ടം ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ പിസ്സയുടെ മിക്സ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള മസാല, പിന്നെ ചിക്കൻ ടിക്ക മസാല, അങ്ങനെ ഓരോ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഷവർമയുടെ ടേസ്റ്റിലുള്ള പാനിപ്പൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാ പാനിപ്പൂരിയും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്നുമില്ല, നമ്മളൊരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ആ പാനിപ്പൂരിയൊക്കെ ഒന്ന് നിരത്തുക. എന്നിട്ട് കണ്ടോ ഇതുപോലെ മേലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ആ പൂരിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിലേക്ക് 1 സ്പൂണ് മയണൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഷവർമയുടെ ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ മയണൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ എല്ലാ പൂരീസും ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ആദ്യം കുറച്ച് 1 സ്പൂണ് മയണൈസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും മയണൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫില്ലിങ്സ് ഇങ്ങനെ കുറച്ച് നിറച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മേലെ കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കുക. ഒരൊറ്റ വായ്ക്ക് നമ്മൾ പാനിപ്പൂരി അങ്ങനെയല്ലേ കഴിക്കുക, ഒരൊറ്റ വായ്ക്ക് ഒന്ന് കഴിച്ച് നോക്കും കേട്ടോ. അസാധ്യ രുചിയാണ് ഈ ഒരു പാനിപ്പൂരി ചിക്കൻ ഷവർമ ഷോട്ട്സ്. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഇഫ്താർ പാർട്ടിക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക് യു.